നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ അതിന് തക്കവണ്ണമുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനോ തീരുമാനിക്കുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ അന്വേഷണം ആരംഭിക്കും. ഒരു പക്ഷേ മാസത്തിന്റെ ഒടുവിൽ മാത്രമേ ഇത് കണ്ടെത്തുവാനുള്ള സാധ്യതകൾ കാണുന്നതുമുള്ളൂ. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് നടത്തുവാൻ അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനും സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുവാനും അവസരം വന്നു ചേരും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടവരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കുമെങ്കിലും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിൽ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഡിസംബർ മാസത്തിലേക്ക് മാറ്റിവെക്കുവാൻ അവസരം വന്നു ചേരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ടും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടും 1-2 ദിവസം അവധിയെടുക്കുവാനും യോഗ പരിശീലനത്തിനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള പരിശീലനത്തിന് ചേരുവാനും സാധ്യതയുണ്ട്. അനുബന്ധ വ്യാപാരം തുടങ്ങിയാൽ പ്രതീക്ഷിച്ചതിലുപരി നേട്ടം വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാൻ സാധ്യത കാണുന്നു. ചികിത്സ ഫലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അനൌദ്യോഗികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നത് വഴി ദാനധർമ്മങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാൻ അവസരം വന്നു ചേരും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത് ഗുണകരമായി തീരും. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഉൽപ്പന്നങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് വലിയ പ്രസ്ഥാനത്തിൽ വലിയ വ്യവസായത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിക്കും. പിതൃതുല്യനായ ബന്ധുവിന്റെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിടവരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. അധികാര പരിധി വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ജോലിക്കാരെ നിയമിക്കുവാൻ തീരുമാനിക്കും. പുതിയതായിട്ടുള്ള വിലപ്പെട്ട ആശയങ്ങൾ ദീർഘകാലത്തേക്ക് ഗുണകരമായിട്ടുള്ള പലവിധത്തിലുള്ള ആശയങ്ങളും ആജ്ഞാനുവർത്തികളിൽ നിന്നും സ്വീകരിക്കുന്ന പക്ഷം അവലംബിക്കുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. അനന്ത സാധ്യതകളുള്ള തൊഴിൽ മണ്ഡലങ്ങളെ പറ്റി മനസ്സിലാക്കുവാനും അതിനോട് ബന്ധപ്പെട്ടതായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അകാരണമായിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ അതിനെല്ലാം അതിജീവിക്കാനിടവരും. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കുവാനിടവരും. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതം ആകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. അർപ്പണ മനോഭാവത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗമുണ്ട്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട്
അഭൂതപൂർവമായ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവസരമുണ്ടാകും. ഒരുപക്ഷെ കഴിഞ്ഞ 5-6 മാസത്തെ പ്രവൃത്തി പരിചയമായിരിക്കാം ഇതിന് ഏറ്റവും നിദാനമായിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതാണെങ്കിലും സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുവാനും വിദ്യാർത്ഥികൾക്ക് തീർത്തും അവിചാരിതമായിട്ട് തന്നെ പഠിക്കുന്നതോടനുബന്ധമായിട്ട് ജോലി ചെയ്യാൻ അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സജീവ സാന്നിധ്യത്താൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനത്തിന് സജ്ജമാകുമെങ്കിലും അന്യനാട്ടിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിൽ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ അതിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനിടവരും. കാർഷിക വിളകളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഇനിയും പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കുവാനും സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും കർഷകന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി വിപുലമായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനോ അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിച്ചതുവഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പുതിയ ഭരണ സംവിധാനം എല്ലാ പ്രകാരത്തിലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന സങ്കല്പത്തോടുകൂടി അവലംബിക്കാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ സ്വല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. ചികിത്സ ഫലിക്കുന്നത് വഴി ഒരുപക്ഷെ യാത്രകളും ചർച്ചകളെല്ലാം പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. പരീക്ഷണ നിരീക്ഷണങ്ങൾ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും സർവസ്വീകാര്യതയും വന്നു ചേരുവാനിടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ ഡിസംബർ പകുതിക്ക് ഉള്ളിൽ മാത്രമേ പൂർണ്ണമായിട്ടും സജ്ജമാവുകയുള്ളൂ എന്ന് രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും ഏർപ്പെടുത്തുവാനിടവരും. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് വഴി ജോലി രാജിവെക്കണമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ അതിൽ നിന്ന് പിന്മാറുവാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യവസായം നവീകരിക്കാൻ തീരുമാനിക്കുമെങ്കിലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ചിരകാല അഭിലാഷ പ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് വികസിത രാഷ്ട്രത്തിലെ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും സെപ്റ്റംബർ മാസത്തോടുകൂടി പരീക്ഷയൊക്കെ കഴിഞ്ഞു. പക്ഷെ തൃപ്തികരമല്ലാത്ത ജോലി ആയതുകൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പലപ്പോഴും ഉദ്ദേശിക്കുന്നതിലുപരി കാര്യങ്ങളെല്ലാം നടക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുമെങ്കിലും അമിതമായുള്ള ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയ ഗൃഹം വാങ്ങിക്കുവാനോ നിർമ്മിക്കുവാനോ
അതിന് തക്കവണ്ണമുള്ളൊരു തൽക്കാലത്തേക്ക് ഒരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാൻ പോലും തീരുമാനിക്കാൻ ഈ ഒക്ടോബർ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്.